നമസ്കാരം. ഒടുവിൽ കോടതിക്ക് കാര്യം മനസ്സിലായി. വനിതാ ഗുസ്തി താരങ്ങളെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ BJP നേതാവ് ബ്രിജ്ഭൂഷൺ സിംഗിനെതിരെ ഡൽഹി കോടതി കുറ്റം ചുമത്തിയിട്ടുണ്ട്. IPC 354, 354A വകുപ്പുകൾ ചേർത്താണ് ബ്രിജ്ഭൂഷണെതിരെ ഇപ്പോൾ കുറ്റം ചുമത്തിയിരിക്കുന്നത്. എത്ര കാലമാണ് ഈ പെൺകുട്ടികൾ തങ്ങൾക്ക് നീതി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധം നടത്തിയതെന്നറിയാമോ? ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റായിരുന്ന ബ്രിജ്ഭൂഷൺ 5 വനിതാ ഗുസ്തി താരങ്ങളെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന പരാതിയിൽ പോലീസ് ഇതുവരെ കേസെടുത്തിരുന്നില്ല. എന്നാൽ ഇപ്പോൾ സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന കുറ്റത്തിലാണ് കേസെടുത്തിരിക്കുന്നതെന്നും കുറ്റം ചുമത്താൻ വേണ്ട വസ്തുതകൾ കണ്ടെത്തിയതായും കോടതി അറിയിച്ചിട്ടുണ്ട്. 6 പേരുടെ പരാതികളിൽ 5ലും ബ്രിജ്ഭൂഷണെതിരെ കുറ്റം ചുമത്താനുള്ള തെളിവുകളുണ്ടെന്ന് കോടതി പറഞ്ഞു. പക്ഷേ 6ാമത്തെ താരം ഉന്നയിച്ച കുറ്റങ്ങളിൽ നിന്ന് ബ്രിജ്ഭൂഷണെ കോടതി വെറുതെ വിടുകയായിരുന്നു. നേരത്തെ ബ്രിജ്ഭൂഷണിന് നേരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒളിമ്പിക്സ് മെഡൽ ജേതാവ് സാക്ഷി മാലിക് അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ തലസ്ഥാനത്ത് ശക്തമായ പ്രതിഷേധങ്ങളാണ് നടന്നിരുന്നത്. നിലവിൽ BJP MPയായ ബ്രിജ്ഭൂഷണിന് ഇത്തവണ BJP തന്നെ സീറ്റ് നിഷേധിച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ കൈസർഗഞ്ച് ലോക്സഭാ മണ്ഡലത്തിൽ ബ്രിജ്ഭൂഷണിന് പകരം മകൻ കരൺഭൂഷൺ സിംഗിനെയാണ് BJP സ്ഥാനാർത്ഥിയാക്കി ഇനി മത്സരിപ്പിക്കാൻ പോകുന്നത്. കേന്ദ്ര സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിക്കാത്തതുകൊണ്ട് ഔദ്യോഗിക ബഹുമതികൾ അടക്കം തിരികെ നൽകിക്കൊണ്ടായിരുന്നു ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധം അറിയിച്ചത്. ഗുസ്തി താരങ്ങളോടുള്ള കടുത്ത അവഗണനയിൽ ഷൂ അഴിച്ചു വെച്ച് സാക്ഷി മാലിക് കരിയർ അവസാനിപ്പിച്ച സംഭവം ഉണ്ടായിരുന്നു. എന്തായാലും താരങ്ങളുടെ പോരാട്ടത്തിന് ലഭിച്ച വലിയ വിജയമാണിത്. ഇതിനെതിരെ താരങ്ങൾ പ്രതിഷേധിച്ചപ്പോൾ അവരെ കളിയാക്കിയവരും പരിഹസിച്ചവരും തീർച്ചയായിട്ടും ലജ്ജിക്കും. സാക്ഷി മാലിക് എത്രയോ രാത്രികൾ ചൂടിലും മഴയിലും തെരുവിൽ ഉറങ്ങേണ്ടി വന്നുവെന്ന് അറിയാമോ? അവരുടെ ഒരു നല്ല കരിയർ പോലും ഉപേക്ഷിക്കേണ്ടി വന്നു. എന്തായാലും നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ വെറുതെ ആയില്ല. താരങ്ങൾക്ക് ഈ ഒരു പോരാട്ടത്തിൽ കുറച്ച് ചുവട് മുന്നോട്ട് വയ്ക്കാൻ കഴിഞ്ഞു എന്നതും പ്രശംസനീയമാണ്.